പ്ലം കേക്ക് എനിക്ക് ഇഷ്ടമല്ല പ്ലം കേക്ക്. എനിക്ക് ക്യാരറ്റ് കേക്ക് ഏറ്റവും ഇഷ്ടം ക്രിസ്മസിന്. പക്ഷെ MJ അങ്കിളിന് പ്ലം കേക്ക് ആണ് ഏറ്റവും ഇഷ്ടം. ക്ലാസിക് പ്ലം കേക്ക് ആണ്. അതിന്റെ മേളിൽ കുറച്ച് ക്രീം ഇടട്ടെ. അതിന് ഒരു കോംപ്രമൈസ് ഇല്ല. എനിക്ക് ക്യാരറ്റ് കേക്ക് വേണം. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റന്റെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പൊ ചേച്ചിയാണ് കേക്ക് മേടിച്ചു തരേണ്ടത്. അതെ ആര് ചേച്ചി. ശരി ശരി, പ്രോമിസ് പ്രോമിസ്. കേക്ക് കൊണ്ടുവന്നിരിക്കും എന്റെ വക എല്ലാവർക്കും കേക്ക്. ഓക്കെ ആണ് ശരിക്കും. യെസ് റെഡി. എപ്പോ ഇന്ന് ഇപ്പൊ കൈയടിക്ക. അതെന്താ മതങ്ങൾ കൈയടിക്ക്, എല്ലാരും മേടിക്കും. ഒരു ഉഷാറില്ല. പക്ഷെ കിട്ടിക്കഴിയുമ്പോഴേ ഒരു ഉഷാർ വരാം. അതെ കണ്ടോ. ഇത്ര സന്തോഷമായ സ്ഥിതിക്ക് നമുക്കിനി കുറച്ചു കാലം പിന്നിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. വരാൻ പോകുന്ന റൗണ്ട് റെട്രോ റിവൈൻഡ്. അതെ, എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഹാപ്പി ക്രിസ്മസ് ഇനി പറയാൻ തോന്നിയടാ അങ്ങനെ നിന്നോട്. അതെ, വന്നു കയറുമ്പോ തന്നെ മേരി ക്രിസ്മസ്. മീനുട്ടിയും എസ്തറും ആണോ നമ്മുടെ വൈബ്രന്റ് ഗേൾസ് എന്ന് പറയുന്നത്? വിഭ്രാന്തി ഗേൾസ്. എന്തൊക്കെയാണ് നന്നായിട്ട് പറയുന്നത് ക്രിസ്മസിന്? ക്രിസ്മസിന് അവരൊരു കരോൾ സോങ് പാടുന്നുണ്ട്. എന്നെ അമ്മേനെയും വിളിച്ചിട്ടുണ്ടായി. പക്ഷെ അന്ന് ഷൂട്ടുള്ള ദിവസം, അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇതാരാ കൂടെ വന്നത്? കൂടെ എന്റെ കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. സിസ്റ്റർമാരെ എന്താ പേര്? എന്റെ പേര് സിസ്റ്റർ നിർമ്മൽ റോസ്. നിർമ്മൽ റോസ്. ഞാൻ കാറ്റിസം പഠിപ്പിക്കുന്നതാണ് എസ്തറിനെ. കാണാറുണ്ട്. എസ്തർ വന്നതിന് ശേഷം മുമ്പേ തൊട്ട് ചിലപ്പോഴൊക്കെ എസ്തർ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എസ്തർ ആളെങ്ങനെയാണ്? ആളും ഇടുക്കിയല്ലേ? ആണോ? എന്റെ പേര് ഫിൻസി. എന്റെ മോള് എസ്തറിന്റെ ഫ്രണ്ടാണ്. എസ്തറിന്റെ അമ്മ എന്റെ ഫ്രണ്ടാണ്. നിങ്ങൾ ഫ്രണ്ട്സാണ്. വിഭ്രാന്തി ഗേൾസിൽ പെട്ടതാണോ? അതിൽ പെട്ടതല്ല. ഞങ്ങളുടെ അരുമക്കിളിനെയും ഒരു അമ്മക്കിളിനെയും അന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ്. ക്രിസ്മസ് വിഷസ് അറിയിക്കുക കൂടി ഇതിന്റെ പിന്നിൽ. ഓ അത് ശരി. ഇപ്പുറത്തിരിക്കുന്ന എന്റെ പേര് ആൻസി. ആൻസി എന്റെ മോളുടെ ഫ്രണ്ടാണ് എസ്തർ. ഞാനവിടെ കാറ്റിസം ടീച്ചറാണ്. ആണോ? നിങ്ങൾ പാട്ട് പാടുന്ന ഒരു കിംവദന്തി കേട്ടു. സിസ്റ്ററും ആൻസി ടീച്ചറും കൊയറിന് പാടും. അവര് പാടും, പാട്ട് നന്നായിട്ട് പാടും. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് എസ്തറിനെ കൊണ്ട് പാടിപ്പിക്കാം. യെസ്. നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലലാ. നമ്മൾ തിരിച്ച് ബത്ലഹേമിലെത്തി. നല്ല സുഖമല്ലേ ഈ തണുപ്പുള്ള രാത്രി ഇല്ലേ? അപ്പൊ ഏത് പാട്ടാണ്? ഒരു സ്പെഷ്യൽ പാട്ടാണ്. സ്പെഷ്യൽ ആണോന്നൊന്നും അറിയില്ല. 61 വയസ്സുണ്ട് പാട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ. അപ്പൊ എന്തായിരിക്കും പാട്ട്? ഏതായിരിക്കും പാട്ട്? ഈ സിനിമയിലാണോ? ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയില്ല. വേറെ പാട്ട് കൂടെയുണ്ട്. പതിവായി പൗർണമി തോറും കണിവെള്ളരി കാഴ്ചവെക്കും കനകനിലാവേ. അങ്ങനെ ഒരു സുശീലമ്മ പാടിയ പാട്ടാണ്. ആദികരണങ്ങളാണോ? അതെ. എന്നാ ഞാൻ പാടിയ 2 പാട്ടുകളും അതിലുള്ളതാണ്. ഞാൻ സിനിമ കണ്ടില്ല, അതുകൊണ്ടാ. സിനിമ കണ്ടില്ല. പണ്ട് വരികൾ ഇങ്ങനെ ഈസ്റ്റ് സൈഡിലെ റെഡ് കോക്കനട്ട് ട്രീയില് കോക്കനട്ട്. ശരി, മുരിക്കും തൈ എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞു. മുരിക്കും തൈന്റെ ഇംഗ്ലീഷ് അതുകൊണ്ടല്ലേ മാത്രം പറഞ്ഞത്. ആരോടും പറയണ്ട. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞോ. ഡീറ്റെയിൽസ്: സിനിമ ആദ്യകരണങ്ങൾ ഇയർ 1964, മ്യൂസിക് കെ രാഘവൻ സാർ, ലിറിക്സ് പി ഭാസ്കരൻ സാർ. വെരി ഗുഡ്. പാടിയത് കെ പി കോമളമ്മ. വെരി ഗുഡ്. പാട്ട് തുടങ്ങിയാലോ? ഈ സിനിമ ഡയറക്ട് ചെയ്തത് ഭാസ്കരൻ സാറാണ്. അപ്പൊ മക്കളെ പാടിയാട്ടെ. All the best. Thank you. Thank you.
കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? മലമുകളിലെ കിറുക്കം കാറ്റിന് കലിയിളകിയ കാലത്ത്, കലിയിളകിയ കാലത്ത്, മലമുകളിലെ കിറുക്കം കാറ്റിന് കലിയിളകിയ കാലത്ത്, കലിയിളകിയ കാലത്ത്, മുല്ല വീട്ടിലെ മുത്തശ്ശി തള്ളിയുടെ പല്ലു കൊഴിച്ചതാരാണ്? പല്ലു കൊഴിച്ചതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? വെള്ളത്തുണിയിട്ട് മാനത്തെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ നേരത്ത്, പള്ളിയിൽ പോകണ നേരത്ത്, വെള്ളത്തുണിയിട്ട് മാനത്തെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ നേരത്ത്, പള്ളിയിൽ പോകണ നേരത്ത്, കൂടക്കാട്ടിൽ ഒളിച്ചിരുന്ന ഓശാന പാടണതാരാണ്? ഓശാന പാടണതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? ഇടവ പതിക്കു കരിമുകിലുകൾ ഇടിച്ചു കാട്ടണ കാലത്ത്, ഇടിച്ചു കാട്ടണ കാലത്ത്, ഇടവ പതിക്കു കരിമുകിലുകൾ ഇടിച്ചു കാട്ടണ കാലത്ത്, ഇടിച്ചു കാട്ടണ കാലത്ത്, പടിക്കലെത്തിയ പാണനി പോലെ ഉടുക്കു കൊട്ടണതാരാണ്? ഉടുക്കു കൊട്ടണതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? സൂപ്പർ സൂപ്പർ. എനിക്കിന്ന് എസ്തർ കുട്ടി പാടിയത് വളരെ 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 താങ്ക് യു. ഇഷ്ടപ്പെട്ടു ഇഷ്ടു കേട്ടോ. കാരണം ഇതുവരെ എനിക്ക് എസ്തർ കുട്ടി പാട്ടുകളിൽ വളരെ ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു. കാരണം അത് എനിക്ക് മനസ്സിലായി, പാടി തുടങ്ങി എസ്തർ കുട്ടിക്ക് വളരെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ പാട്ട് മുഴുവൻ പാടിയതെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ മനസ്സിലായല്ലേ ഈ പഴയ പാട്ടിന് ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഞാനും ഇഷ്ടു താങ്ക് യു. ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ലേ, അതുപോലൊരു പോക്കായിരുന്നു. അതെ അതെ. ആ മലമുകളിലെ കിറുക്കൻ കാറ്റിനെന്ന് പറഞ്ഞിട്ട് ഒരു എടുപ്പ് അങ്ങ് എടുത്തു. എൻ്റെ അമ്മോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഭാഗം. മലമുകളിലെ കിറുക്കം കാറ്റിന് കലിയിളകിയ കാലത്ത്, കലിയിളകിയ കാലത്ത്, മലമുകളിലെ കിറുക്കം കാറ്റിന് കലിയിളകിയ കാലത്ത്, കലിയിളകിയ കാലത്ത്, മുല്ല വീട്ടിലെ മുത്തശ്ശി തള്ളിയുടെ പല്ലു കൊഴിച്ചതാരാണ്? ശരിക്കും എസ്തർ 2.0 വേറൊരു വേർഷൻ. കോൺഫിഡൻസ് തോന്നുക എസ്തർ പാടുമ്പോൾ ആ ഒരു ശബ്ദത്തില്. അതിൻ്റെ ഒരു ആ ക്വാളിറ്റി ഇപ്പോഴാണ് കേട്ടത്. ആ ശബ്ദത്തിൻ്റെ ആ ക്വാളിറ്റി ഇപ്പോഴാണ് ശരിക്കും കേട്ടത് ഈ പാട്ട് പാടിയപ്പോൾ. മിടുക്കിയായി വരുന്നുണ്ട്. യെസ്. ഞാൻ അങ്ങോട്ട് വരാൻ പോണേ. വന്നോളൂ. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാ, നിന്ന പൊസിഷൻ അല്ലേ, അത് കുറച്ചും കൂടെ നന്നാക്കാൻ തോന്നി. അന്ന് നിന്ന് എങ്ങോട്ടാ നോക്കുക പാട്ട് പാടുമ്പോ? ക്യാമറ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നോക്കിയില്ലേ? നോക്കിയില്ലേ? അതിനൊരു മാർക്ക് കുറയ്ക്കും. ആക്ഷൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ വേറെ പ്രശ്നം എന്താ, ഈ നാടൻ ഇങ്ങനത്തെ പാട്ടിന്റെ പാട്ടിടയ്ക്ക് യോയോ കാണിച്ചു. അതെ, അത്
ആണോ? പക്ഷെ അത് കൊട്ടിയതാണ്. പക്ഷെ അത് പുറത്തേക്ക് കാണുമ്പോ ആൾക്കാരെന്താ വിചാരിക്കണേ? ഇയ്യോ ഉടുക്കു കൊട്ടിയതാരാണ് യോ ഉറുക്കു കൊട്ടിയതാരാണ് യോ. ആ പിന്നെ തുപ്പിയെന്നൊക്കെ പറഞ്ഞു. അതെ, വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ആവശ്യമുണ്ടോ? പോയോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? തുപ്പി എന്നൊക്കെ പറഞ്ഞു. നമ്മളെ നോക്കി മുറുക്കി തുപ്പിയത് ആരാണെന്ന് നമ്മൾ അതെ അതെ. അപ്പൊ ഇങ്ങനത്തെ അതിനൊരു മാർക്ക് കുറയ്ക്കും. ആ അതിനൊരു മാർക്ക് കുറയ്ക്കും. ഇതെന്താ വെച്ചാ ഒരാള് ഒരു തിരിച്ചു വരും. അതെ, ഒരു ഗ്രാൻഡ് കംബാക്ക് ആണ്. ആരുടെ? എസ്തർ 2.0. എസ്തർ 2.0. അതുകൊണ്ട് ഈ ഇംപ്രൂവ്മെന്റിന് നമ്മൾ ഒരു 3 മാർക്കും കൂടെ കുറയ്ക്കും. റെഡിയാണോ? ഇല്ല. കുറയ്ക്കുന്ന പറയുമ്പോ ചിരിക്കുന്ന അമ്മ. അപ്പൊ എന്താ ഇപ്പൊ മൊത്തം 5 മാർക്ക് കുറച്ചേ. ലോക്ക് കർദേ. യെസ്, ലോക്ക് കർദേഗ. ലോക്ക്. യെസ്. മീനുടെ എനിക്ക് കുറയ്ക്കുന്നതിനോട് തീരെ താല്പര്യമില്ല തീരെ താല്പര്യമില്ല. ഇല്ല, ഞാൻ എസ്തറിന്റെ ടീമാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. പോരട്ടെ ഒരു മധുരമഴ. It is going to be 100 on 100 for this grand comeback. എസ്തർ കുട്ടി 100 out of 100. നമ്മുടെ എസ്തർ കുട്ടിക്ക് എത്രാമത്തെയാ? ആദ്യത്തെ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ആദ്യത്തെ 100 ആണ്. അമ്മയുടെ സന്തോഷം നോക്ക്. അതെന്താന്നറിയോ, മധുരമഴയെക്കാളും കൂടുതല് ഇവളെപ്പോഴും പറയേ MJ അങ്കിളും ആരും എന്റെ കൂടെ മാത്രം ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല, എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാനും വരുന്നു. അപ്പൊ അതായിരുന്നു അവളുടെ സങ്കടം. അത് മാറിയല്ലോ. എസ്തറിന്റെ അമ്മയടുത്ത് പറയട്ടെ, നമുക്ക് എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജേണിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസത്തെ ഒരു പെർഫോമൻസിനുള്ള മാർക്ക് എന്നുള്ളതല്ല, ദ ജേണി. അവരെങ്ങനെ ഈ യാത്രയിൽ അത് കാര്യങ്ങൾ മനസ്സിലാവുന്നു, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലേ? യേശുനാഥൻ ഉയർത്തെഴുന്നേൽത്തതുപോലെ, അല്ലേ? അത്രയും സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്രിസ്മസ് സമയത്ത്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മകളിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് അത് ഒത്തിരി നമ്മുടെ മനസ്സ് നിറഞ്ഞു. ആ മാറ്റം ഞങ്ങളെ സന്തോഷിപ്പിക്കും. ഒരുപാട്. അത് ഇന്നർ ഹാപ്പിനെസ് ആണ്. അത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിനാണ് മാർക്ക്. ടെക്നിക്കലി നമുക്ക് ഇന്നത്തെ ഈ പെർഫോമൻസിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുടെയും മേളിലാണ് എന്ത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഒരു ഐ വിൽ മേക്ക് ഇറ്റ് എന്നുള്ള ഒരു തോന്നല്. അത് ഗ്രാൻഡാണ്. മാത്രമല്ല ആ ഡെസ്റ്റിനേഷനേക്കാളും എത്രയോ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പോകുന്ന ജേണി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എസ്തർ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുക മുന്നോട്ട്. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. എസ്തർ കുട്ടിയുടെ അമ്മയും കൂടെ സ്റ്റേജിലോട്ട് വായോ. ചോക്ലേറ്റ് എടുത്തോ. വേണ്ടേ? ചോക്ലേറ്റ് വേണ്ടേ? ബുദ്ധി അപ്പൊ ഇനി പല്ല് തേക്കാനുള്ള ഒരു അവസരം കൂടെ തരാം. അതെ, നന്നായിട്ട് പല്ലൊക്കെ കേടാവും. അതും 2 നേരം. ആ പുറകെ സേതുരാമയ്യ CBI പോലെ നിൽക്കുന്നതാണെങ്കിലും കയ്യിൽ നിറച്ച് മുട്ടായാണ് ഗൈസ്. അല്ല മോളെ, തെറ്റിപ്പോയി. എവിടെ പോയി? അത് ഞങ്ങൾ പോക്കറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? എസ്തർ കുട്ടിയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.